Namaskaram. I'm Dr. Vandana Arjun, dentist at the Alshams Medical and Diagnostic Center. I've been given this wonderful opportunity to talk to all of you guys, and I consider it my privilege and my honor. Amongst the vast number of topics about dentistry, ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് something which is very commonly seen and what I encounter in the clinic or people ask me about is dental caries, അല്ലെങ്കിൽ as we simply call it, tooth cavities. So what is this tooth cavity or what is a dental caries? അല്ലെങ്കിൽ നമ്മൾ പല്ലിൽ പോടുന്നെന്ന് പറയുമ്പോൾ what does it actually mean? How is it caused? Let me just start from the basics. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ടൂത്ത് സ്ട്രക്ചർ ഇസ് നോട്ട് ഫ്ലാറ്റ്. അതിന് എലിവേഷൻസ് ഉണ്ട്, ഡിപ്രഷൻസ് ഉണ്ട്, പിറ്റ്സ് ഉണ്ട്. ആൻഡ് വാട്ട് എവർ വി ഈറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, അത് ഗ്രാജുവലി ആ സ്മോൾ പാർട്ടിക്കിൾസ് ആ പിറ്റ്സിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ഓവർ നൈറ്റ്. നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട്, ട്വൈസ് ബ്രഷ് ചെയ്യുന്നുണ്ട്. ദർ ആർ പേഷ്യൻസ് ഹു ടെൽ മീ ദാറ്റ് വി ഈവൻ ബ്രഷ് 3 times ബട്ട് സ്റ്റിൽ പാർട്ടിക്കിൾസ് ആർ സ്റ്റക്ക്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്, ആ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ടൂത്ത് സ്ട്രക്ചറിൽ സ്റ്റിക്ക് ഔട്ട് ആകുമ്പോൾ it over a period of time it gets converted to sugar. Anything what we eat, അത് ഇപ്പോൾ ഷുഗറി കണ്ടൻറ്റോ അല്ലെങ്കിൽ വാട്ടറി ഷുഗർ ഡ്രിങ്ക്സോ ഒന്നും ആവണമെന്നില്ല. എനിത്തിങ്, ഈവൻ കാർബോഹൈഡ്രേറ്റ്, ഈവൻ റൈസ്, എനിത്തിങ്. അപ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഇറ്റ് ആക്ച്വലി ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ഷുഗർ. ആൻഡ് ദിസ് ഷുഗർ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വായിൽ ഓറൽ ഫ്ലോറയിൽ ദർ ഇസ് മൈക്രോ ഓർഗാനിസംസ്. നോർമലാണ്, ഇറ്റ് ഈസ് ദെയർ വിത്ത് എവറിബഡി. ആൻഡ് ഈ മൈക്രോ ഓർഗാനിസംസ് ഈ ഷുഗറുമായിട്ട് ആക്ട് ചെയ്യണം. ആക്ട് ചെയ്യുമ്പോൾ ദെൻ വാട്ട് ഹാപ്പൻസ്? ആക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ആസിഡ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ആസിഡാണ് നമ്മുടെ വായിലെ വില്ലൻ. അപ്പോൾ ഈ ആസിഡ് ടൂത്ത് സ്ട്രക്ചറിനെ ഗ്രാജുവലി ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. ഇറ്റ് ആക്ച്വലി ഒരു സ്മോൾ ഹോളോ അല്ലെങ്കിൽ ഒരു പിട്ടോ ആയിട്ട് ഫോം ചെയ്യും. ആൻഡ് നമുക്കപ്പോൾ തോന്നും എന്തോ വായിൽ സെൻസിറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ മധുരം കുടിക്കുമ്പോൾ ഫീൽ ചെയ്യണു, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അവിടെ അക്യൂമുലേറ്റ് ചെയ്യണു, സംതിങ് ഈസ് ആക്ച്വലി ഇറിറ്റേറ്റിംഗ് ദ ഗംസ്. ഇതൊക്കെ നോർമൽ സിംറ്റംസ് ആണ്, സിമ്പിൾ സിംറ്റംസ് വിച്ച് മേ നോട്ട് ബി പെയിൻഫുൾ. എന്നിട്ട് ആ സിംറ്റംസിൽ ഇരുന്നിട്ട് നമ്മളപ്പോൾ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് സംതിങ് ഗെറ്റ് സ്റ്റക്ക് ദെയർ, നമ്മൾ റിമൂവ് ചെയ്യണു. ദാറ്റ് ഈസ് ആൻഡ് വി ടെൻഡ് ടു ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ബട്ട് ആക്ച്വലി ആ സ്റ്റേജിലാണ് നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടത്. ബിക്കോസ് ഇറ്റ്സ് ഈസിയർ വെൻ ഇറ്റ്സ് സ്മോളർ. സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വി ജസ്റ്റ് അസസ് ദ ടൂത്ത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ വി ക്യാൻ ഡു എ സിമ്പിൾ ഫില്ലിംഗ് ആൻഡ് ഇറ്റ്സ് ഡൺ വിത്ത് ദാറ്റ്. സിമ്പിൾ ഫില്ലിംഗ് നോർമലി നമ്മൾ ചെയ്യുന്നത് കോമ്പോസിറ്റ്സ് പോലത്തെ ഫില്ലിംഗ് ആണ്. ടൂത്ത് കളേർഡ് ആണ്, വെരി എസ്തെറ്റിക്, നോട്ട് ഇവൻ വിസിബിൾ. പേഷ്യൻസിന് അറിയ പോലും ഇല്ല. ഈവൻ ഇഫ് യു ഓപ്പൺ യുവർ മൗത്ത്, ലാഫ്, no one even knows that you have a filling done. But it is that good. Our stage is easier for the patients and for us to treat. But what happens is we generally as people, we just ignore it. Because it doesn't cause you trouble and hospital, it's a mess. Gradually it goes inside. Our tooth structure, there is something known as a root. Our root nathana pulp, nerve, everything. Adana actually makes the tooth live. Pain, conductions, echo varunada. It is because the tooth has those nerves in it. Our nerves in the karanam, then it's when it goes inside. Enamel ninnu ullilottu nerves in the partil povumbo allengi root la partil povumbo, you will start to have a little pain, more than normal. നമ്മൾ ആ പാർട്ടിക്കിൾസ് എടുത്ത് കളയണു, ബ്രഷ് ചെയ്യണു, ബിക്കോസ് ഇറ്റ് കോസസ് ഇറിറ്റേഷൻ. ബട്ട് സ്റ്റിൽ ദ പെയിൻ പെർസിസ്റ്റ്. അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് എടുക്കണു, വാട്ട് എവർ ദ പെയിൻ കില്ലർ നമുക്ക് വീട്ടിലുള്ളത് പോലെ എടുത്തിട്ട്, ബട്ട് സ്റ്റിൽ ഓർ യു ഗെറ്റ് അപ്പ് ഫ്രം സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദ പെയിൻ. ഓൾ ദിസ് ഈസ് ഷോയിങ് ദാറ്റ് ദ ടൂത്ത് ഹാസ് സംതിങ് മേജർ. അതൊരു ഇറിവേഴ്സിബിൾ പെയിൻ ആയിട്ട് മാറുന്നു. ദാറ്റ്സ് വെൻ ഇറ്റ് ഹാസ്, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഹാസ് ഗോൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഒരു സിമ്പിൾ ഫില്ലിങ്ങിൽ തീരേണ്ട കാര്യമല്ല. വാട്ട് വാസ് സ്മോൾ, വി ആക്ച്വലി മെയ്ഡ് ഇറ്റ് ബിഗ് ബൈ വെയിറ്റിംഗ് ഫോർ എ ലോങ്ങർ ടൈം. ദെൻ ഇറ്റ് മൈറ്റ് ഗോ ഫോർ എ റൂട്ട് കനാൽ. യു കൻ ഗോ ടു ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറയും ഇറ്റ് ഈസ് നോർമൽ സ്റ്റേജിൽ നിന്ന് മാറി, ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ ടോപ്പ്. അപ്പോൾ യു വിൽ ഹാവ് ടു ഡു എ റൂട്ട് കനാൽ. റൂട്ട് കനാൽ ഇന്ന് വളരെ വളരെ കോമൺ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഓൾമോസ്റ്റ് എവറി ഡേ വി ഡു ഇറ്റ്. ആൻഡ് വാട്ട് ഈസ് റൂട്ട് കനാൽ? Root canal happens when the root
of the tooth gets infected. നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ cavity എന്ന് പറയുമ്പോൾ when the top area, the tooth നമ്മൾ വായിൽ കാണുന്ന ആ എനാമലിൻ്റെ ഏരിയയിൽ ചെറിയ പൊട്ടൊക്കെ വരുമ്പോൾ it forms a small cavity. ആ ക്യാവിറ്റീനെ ഇഗ്നോർ ചെയ്ത് പോകുമ്പോൾ it becomes a root caries അല്ലെങ്കിൽ root infection ആവും. അപ്പോൾ I'll just tell you in simple terms what is root canal. Root canal എന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിലുള്ള നെർവിനെ റിമൂവ് ചെയ്തിട്ട് from where the nerve was removed, we put a filling inside and seal those gaps from where the nerve was there and complete it from top. The മുകളിൽ നിന്ന് ഫില്ല് ചെയ്യുന്നു, റൂട്ടിൽ നിന്ന് ഫില്ല് ചെയ്യുന്നു. നോർമൽ ഫില്ലിംഗ് മുകളിൽ മാത്രം ഫില്ല് ചെയ്യുന്നു, റൂട്ട് ഫില്ലിംഗ് റൂട്ടും ഫില്ല് ചെയ്യുന്നു. വെരി സിമ്പിൾ. That's all. And root canal is not painful as എന്നോട് റെഗുലർലി പേഷ്യൻസ് ചോദിക്കുന്നതാണ് റൂട്ട് കനാൽ പെയിൻഫുൾ ആണോ. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് പെയിൻഫുൾ. നമ്മൾ ആദ്യത്തെ സിറ്റിങ്ങിൽ ലോക്കൽ അനസ്തീസിയയിലാണ് ചെയ്യുന്നത്. ദെൻ സബ്സിക്വൻ്റ്ലി ഇഫ് ഇറ്റ് ഇസ് റിക്വയർഡ് അനസ്തീസിയ കൊടുക്കണോ ദെൻ സബ്സിക്വൻറ്റ് വിസിറ്റ്സിൽ ജനറലി ഇറ്റ് ക്യാൻ ബി ഡൺ ആസ് എ മൾട്ടിപ്പിൾ വിസിറ്റ്. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ യുവർ ഡോക്ടർ ഫീൽസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഫിനിഷ് ഇൻ വൺ സിറ്റിംഗ്, അതിന് വൺ സിറ്റിങ്ങിലും ചെയ്യാറുണ്ട്. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് it is not painful and most of the times it's not painful at all. And നമ്മൾ നെർവിനെ റിമൂവ് ചെയ്യണം. ഫ്രം വേർ ദ നെർവ് വാസ് റിമൂവ്, ഫില്ലിംഗ് ഇസ് ഡൺ ആൻഡ് ഇറ്റ്സ് ഡൺ വിത്ത്. ബട്ട് I'll tell you something. റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് there is something known as a crown. Most of the people avoid a crown. Root canal കഴിയുമ്പോൾ because the pain is done with and വേദനയൊന്നും ഇല്ല, അപ്പോൾ we just forget about it. ആ ടൂത്ത് സ്ട്രക്ചറിൻ്റെ നെർവ് എടുത്ത് കളയുമ്പോൾ ദ ടൂത്ത് ആക്ച്വലി ബിക്കംസ് ഡെഡ്, ആക്ച്വലി ബിക്കംസ് വീക്ക്. അപ്പോൾ ഒരു ബാക്കിൽ ടൂത്തൊക്കെ ആണെങ്കിൽ വെൽ ബി ഈറ്റ് സംതിങ് ദർ ആർ ചാൻസസ് ദാറ്റ് ദ ടൂത്ത് ക്യാൻ ബ്രേക്ക്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് യു പുട്ട് എ ക്യാപ്പ് ഓർ എ ക്രൗൺ എന്ന് പറയുന്നത്. അഗൈൻ എ ക്രൗൺ ഈസ് വെരി എസ്തെറ്റിക്. ഇറ്റ് ക്യാൻ നത്തിങ് ക്യാൻ നമ്മൾ ചൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഒന്നും ദർ ഇസ് നോ ട്രബിൾ അറ്റ് ഓൾ. And one more thing patients have asked me is ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഊരിപ്പോവോ അല്ലെങ്കിൽ ചാടിപ്പോവുമെന്ന്. Normally it doesn't. ക്യാപ്പ് വെക്കുമ്പോൾ ഇറ്റ് ഈസ് സിമെൻറ്റഡ് വിത്ത് എ പെർമനൻറ്റ് സിമെൻറ്റ്. അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആൻഡ് വാട്ട് എവർ യു ഈറ്റ് ഡ്രിങ്ക് ഇറ്റ് ഡസൻ ഗോ. നമ്മളിപ്പോൾ ഹാർഡായിട്ടുള്ള കഴിക്കുകയാണ് ഒക്കെ ആണെങ്കിൽ കൂടി ഇറ്റ് സ്റ്റേസ് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് ഇറ്റ് ഡസൻ ട്രബിൾ യു അറ്റ് ഓൾ. ലൈക്ക് എ നോർമൽ ടൂത്ത് മാതിരി. ലുക്സ് ഓൾസോ നോർമൽ, എവറിത്തിങ് ഫങ്ഷൻ ആൻഡ് എസ്തെറ്റിക് വൈസ് എല്ലാം നോർമലാണ്. But in the future, couple of years later, in case our crown fix ചെയ്യുമ്പോൾ നമ്മളൊരു പെർമനൻറ്റ് സിമെൻറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. In case that cement becomes a little weaker or something, അതിൻ്റെ ആ സ്റ്റിക്കിനെസ് പ്രോപ്പർട്ടി പോവുകയാണെങ്കിൽ മേ ബി ഇറ്റ് ക്യാൻ ജസ്റ്റ് വോബിൾ, ഒന്ന് ആടാൻ തുടങ്ങുമോ, അല്ലെങ്കിൽ മേ ബി ഇറ്റ് ക്യാൻ ജസ്റ്റ് പോപ്പ് ഔട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ wherever you are, you don't have to discard that crown at all. Go to a dentist, they will re-cement it. It's like most of the crowns are like 20 plus years life in them. I've seen patients using it for long time, almost like more than 20 years. So do a root canal and a crown and it's done with, and it is not a painful procedure. Appo vedana verundadam vere nikkade, it is always better earlier treatment. And in case അപ്പോൾ അതും നിങ്ങൾ വിട്ടു, യു ഡോണ്ട് ഇവൻ ഡു എ റൂട്ട് കനാലിലും പോണില്ല, ഫില്ലിങ്ങിൻ്റെ സ്റ്റേജും കഴിഞ്ഞു, റൂട്ട് കനാലിൻ്റെ സ്റ്റേജും കഴിഞ്ഞു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേജ്? പല്ല് ഫുള്ള് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ലിൽ നമ്മൾക്ക് ടൂത്ത് സ്ട്രക്ചർ കുറച്ചെങ്കിലും റിമൈനിങ് വേണം റൂട്ട് കനാൽ ചെയ്യാനായിട്ട്. ദർ ആർ അതർ പ്രൊസീജിയേഴ്സ് ഓൾസോ, ബട്ട് ഐ വിൽ നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. നമ്മൾ ലെറ്റ്സ് കീപ് ഇറ്റ് സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ വി വിൽ ഹാവ് ടു എക്സ്ട്രാക്ട് ഇറ്റ്. എക്സ്ട്രാക്ട് ചെയ്ത ടൂത്ത്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പ്രൊസീജിയർ യു ഹാവ് ഡൺ വിത്ത് ദ ടൂത്ത്. നിങ്ങളും ബേജാറായി, ടൂത്തും ബേജാറായി, ദിസ് ഡൺ വിത്ത്, യു ഹവ് റിമൂവ്ഡ് ഇറ്റ് ഓഫ്. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ടൂത്തിനെ. നൗ വാട്ട്? ഓൾ റൈറ്റ്, നൗ സോ വി ഹാവ് ഡൺ വിത്ത് ദ ടൂത്ത് ആൻഡ് വി ഹവ് റിമൂവ്ഡ് ഇറ്റ്. നൗ വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ്? ടൂത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു, ദ പ്ലേസ് ഇസ് എംപ്റ്റി. Generally again we leave it at that. But what happens is നമ്മൾ നോർമലി നമ്മുടെ ടീത്ത് അപ്പർ ആൻഡ് ലോവർ ജോ ഇങ്ങനെ ഒരു ബൈറ്റിലാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ദ പ്ലെയിൻ ഓഫ് അക്ലൂഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ബൈറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ എ ലെവൽ. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ ടൂത്തിനെ റിമൂവ് ചെയ്യാമെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുകളിലത്തെ ഒരു അണപ്പല്ല റിമൂവ് ചെയ്തു, അത് അണപ്പൽ റിമൂവ് ചെയ്തു, യു ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്, ഇറ്റ്സ് നോട്ട് ഗിവിങ് യു എനി ട്രബിൾ. Gradually, over a period of time, few years later, you can feel it that lower teeth actually മുകളിലോട്ട് വരുന്നുണ്ട്. അതായത് പല്ലിൻ്റെ ആ നോർമൽ ലെവലിൽ നിന്നും മുകളിലോട്ട് വരുന്നു. അല്ലെങ്കിൽ that is one thing.
Another thing is there is drifting between the teeth. We remove the pallinte adjacent teeth. Gradually move ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ ഒരു 4 to 5 millimeter സ്പേസാണ് ആ ഒരു ടൂത്ത് ഓക്കുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൂത്തിൻ്റെ സ്പേസിങ് കുറഞ്ഞ് വരും. അതായത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ ഗ്യാപ്പ് കുറയണമെന്ന്. ഗ്യാപ്പ് കുറയണോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ബിക്കോസ് ഇങ്ങനെ ഗ്യാപ്പ് കുറയുമ്പോൾ അഡ്ജസൻറ്റ് ടീത്തിൻ്റെ ഇടയ്ക്ക് സ്പേസ് കൂടും. സ്പേസ് കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? വാട്ട് എവർ യു ഈറ്റ് വിൽ ഗോ ആൻഡ് ഗെറ്റ് സ്റ്റക്ക് ദെയർ, ഇൻവൈറ്റിംഗ് ട്രബിൾ ഫോർ യുവർ സെൽഫ്. ആ ഗ്യാപ്പിൽ ഫുഡ് കയറിയിരിക്കുമ്പോൾ അഗൈൻ യു വിൽ സ്റ്റാർട്ട് ടു പോക്ക് ബിക്കോസ് ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ്. അപ്പോൾ നമ്മൾ പോക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയുന്നു. അഗൈൻ ഇറ്റ് ഈസ് യുവർ ആർട്ട് സൈഡും ക്യാവിറ്റീസ് ആവുന്നു. So in case you are at a stage that you have removed the tooth, then do a replacement. Replacements, there are wonderful replacements in the bridges, in the economical aitla bridges, in the, then you have implants for people who can afford it. So angana options dharala in the, so try to do it, and or at the most try best to avoid removing the tooth. That is the best option. Okay, so before we wind up, I'll just tell you something like how do we, just as a preventive measure, all these are the treatment. Our preventive measure is, what are the preventive measures? Ideally, we all know, brushing the teeth. Pallu nallapole pallu dekka. But what I hear every day is we have been brushing twice, thrice, but end vairellam podana. That is one thing which I've noticed. But okay, so how do we brush the teeth? That is very important. Brushing the teeth is not done horizontally. Brushing the teeth, നമ്മൾ സാധാരണ ഇങ്ങനെ horizontal motionലാണ് പല്ല് തേക്കുക. അത് തെറ്റാണ്. Brushing the teeth has to be done from upper teeth down to the lower teeth up. ഒരു gently circular motion അല്ലെങ്കിൽ straight up and down. Never horizontal. ഇങ്ങനെയല്ല പല്ല് തേക്കേണ്ടത്. മുകളിൽ താഴെ കൂട്ടിയാണ് പല്ല് തേക്കേണ്ടത്. And always include your gums while brushing. Brushing സമയത്ത് നമ്മൾ ഓൾവേസ് നമ്മൾ ആ ഗംസിൻ്റെ ഭാഗം തേക്കാറേ ഇല്ല. ബിക്കോസ് ഓഫ് വിച്ച് ഫുഡ് പാർട്ടിക്കിൾസ് ഗെറ്റ് അക്യൂമുലേറ്റഡ് ദെയർ. അവിടുന്ന് ക്യാവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് ഫ്ലോസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. there are lots of people who don't floss, but flossing ചെയ്ത് കഴിഞ്ഞാൽ, because flossing what happens is നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ ഭാഗത്തെ അല്ലെങ്കിൽ ചവയ്ക്കുന്ന ഭാഗത്തുള്ള പാർട്ടിക്കിൾസ് മാത്രമേ പോരുള്ളൂ. ഫ്ലോസ് ചെയ്യുമ്പോഴാണ് രണ്ട് പല്ലിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടിക്കിൾസ് ഇൻ ബിറ്റ്വീൻ ദ ടു ടീത്ത്, ആ പാർട്ടിക്കിൾസ് ഏതൊക്കെ സ്റ്റക്കാണോ, ദ ത്രെഡ്, ദ ഫ്ലോസ്, അല്ലെങ്കിൽ നമ്മൾ ത്രെഡ് പോലെ, ഇറ്റ് ഈസ് ആക്ച്വലി എ ത്രെഡ്. ഫാർമസീസിലൊക്കെ മേടിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റ്സിൽ മേടിക്കാൻ കിട്ടും. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ തയ്ക്കുന്ന നൂല് മാതിരി, മോർ സ്ട്രോങ് ആൻഡ് മോർ ഇറ്റ്സ് നോട്ട് ബ്രിട്ടിൽ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഹെവി പുള്ളിങ്ങിൽ കൂടി ഇറ്റ് ജസ്റ്റ് കംസ് ഓഫ്, ദ പാർട്ടിക്കിൾസ് ജസ്റ്റ് കം ഓഫ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ കേരീസ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ക്യാവിറ്റീസിന് ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് സ്റ്റോപ്ഡ്. ഫ്ലോസസ് ഓൾസോ പണ്ടത്തെ പോലെയല്ല, യു ഹാവ് ലോട്ട്സ് ഓഫ് വെറൈറ്റീസ് ഹിയർ. ബ്രിഡ്ജ് അല്ലെങ്കിൽ ക്രാപ്പിൻ്റെ ഇടയ്ക്ക് കൂടെ ക്ലീൻ ചെയ്യുന്ന ഫ്ലോസസ് ഉണ്ട്. Meet your dentist or come and meet me if you want to. And if you have any queries or anything about anything related to teeth, you can be free to talk to me. The number is scrolling down. Call, visit me or anyone else you want to, or you're free to. That's all. Take care of your teeth, healthy mind, healthy body. Thank you so much.